ഞങ്ങളെ സഹായിക്കാൻ സാറ് പറഞ്ഞു. ഞങ്ങളെ സഹായിക്കാനോ? ഏത് സാറാ അത് പറഞ്ഞേ? കരുണാകരൻ സാറ്. നിന്നോട് അയാൾക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവും, അതാ അങ്ങനെ പറഞ്ഞേ. അതെന്താ ചേട്ടൻ അങ്ങനെ ചോദിച്ചേ? ദേഷ്യമുള്ളവരെയാ അയാൾ ഞങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നത്. ചുമട് ചുമന്നൊരു പരുവാവുമല്ലോ. നിനക്ക് പറ്റിയ പണിയൊന്നും അല്ല ഇത്. നീ പോയി വല്ലതും തയ്ക്കുവോ മടക്കി വെക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. സാറ് പറയുന്നത് വരെ ഗാർമെന്റ്സിനുള്ളിൽ ചെല്ലരുതെന്നാ എന്നോട് പറഞ്ഞിരിക്കുന്ന. പോയാ എന്നെ ജോലിന്ന് പറഞ്ഞു വിടും. അയാൾ അങ്ങനെയൊക്കെ ചെയ്യും. മനസാക്ഷി ഇല്ലാത്ത ആളാ. ഒരു കാര്യം ചെയ്യാം, ഈ വെയിറ്റ് ഉള്ളതെല്ലാം ഞങ്ങൾ എടുത്തോളാം. നീയേ ഈ വെയിറ്റ് ഇല്ലാത്ത ബോക്സുകളൊക്കെ എടുത്ത് വണ്ടി കയറ്റിക്കോ. ചേട്ടാ, ചേട്ടൻ ഈ വണ്ടിയുടെ ഡ്രൈവറാ അല്ലേ? അതെ. ചേട്ടാ, ഈ വണ്ടിയിൽ കയറ്റുന്ന തുണികളൊക്കെ എവിടേക്കാ കൊണ്ടുപോകുന്നേ? ഹാർബറില്. ഹാർബർ എന്ന് പറഞ്ഞ കപ്പലൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലം. ഹാർബറിൽ നിന്നെല്ലാം സിംഗപ്പൂര്, മലേഷ്യ, അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിൽ കൊണ്ടുപോകും. ഇതൊക്കെ എപ്പോഴാ അവിടെ എത്തുക? അതൊന്നും എനിക്ക് അറിയില്ല മോളെ. ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ എടുക്കും. കപ്പൽ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതിന് മുൻപ് ഈ വണ്ടി വേറെ എവിടേക്കെങ്കിലും പോവോ? ലോഡ് കയറ്റി തീർന്ന് സീൽ ചെയ്ത് കഴിഞ്ഞാ പിന്നെ വണ്ടി എവിടെയും പോകാൻ പാടില്ല. നേരെ ഹാർബറിലേക്ക് പോകും. ഹാർബറിൽ പോകുന്നതിന് മുൻപ് ലോറി വേറെ എവിടെങ്കിലും പോയാ അതിന്റെ അർത്ഥം എന്താ? എന്തോ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന്. വർത്താനം പറഞ്ഞു നിൽക്കാതെ വേഗം ലോഡ് കയറ്റാൻ നോക്ക്. ഹാർബറിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് അറിയാലോ. സംസാരിച്ചിരിക്കാതെ വേഗം ചെല്ല്. ഇതൊക്കെ നീ എന്തിനാ അന്വേഷിക്കുന്നേ? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാതെ പോയി നിന്റെ ജോലി നോക്ക്. അയ്യോ, അതല്ല ചേട്ടാ. കുറച്ചു ദിവസം മുൻപ് ഈ വണ്ടി വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന ഞാൻ കണ്ടു. അതുകൊണ്ട് ചോദിച്ചതാ. നമ്മുടെ കമ്പനിക്ക് ഇതുപോലുള്ള കുറെ വണ്ടികളുണ്ട്. അതിലേതെങ്കിലും ഒന്നായിരിക്കും നീ കണ്ടത്. അല്ലെങ്കിൽ ഹാർബറിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കായിരിക്കും നീ കണ്ടത്. നീ പോയ ലോഡ് കയറ്റേ. ഞാൻ പറഞ്ഞത് കരുണാകരൻ സാർ മറന്നിട്ടില്ലല്ലോ. അങ്കിള് വരുമ്പോ പാർവതി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അങ്കിളിന്റെ കണ്ണില് അവള് പെടരുത്. അതെനിക്കറിയാം മാഡം. അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. മാഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഹായ് അങ്കിൾ. താങ്ക് യു. വെൽക്കം. ആക്ച്വലി നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നെ ആയിരുന്നില്ല, കൈലാസിനെ ആയിരുന്നു. ഇവൻ ഒഫീഷ്യലായി നമ്മുടെ ഗാർമെന്റ്സിലേക്ക് വരുന്ന ആദ്യമായിട്ടല്ലേ? ഡാഡി, അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്കതിലൊന്നും താല്പര്യമില്ല. വൈ? കമ്പനിയിൽ വരാൻ കൈലാസിന് താല്പര്യം ഉണ്ടായിരുന്നില്ലേ? നിനക്കറിയില്ലേ? ചെയർമാനായി വരുന്ന സാറിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി കാലത്ത് മുതലേ ഞങ്ങൾ കാത്തിരിക്കുക. സാറിനെ കണ്ടപ്പോ തന്നെ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. ഒരു പോസിറ്റീവ് വൈബ്. ഇവിടന്മാരെല്ലാവരും ചേക്കനെ തലയിലെടുത്ത് വെക്ക. മോട്ടേന്ന് വിരിയാത്ത ഇവനെ ഇനി സാറേന്ന് വിളിക്കേണ്ടി വരുമല്ലോ ദൈവമേ. കേട്ടില്ലേ കൈലാസ്? ഇവരെല്ലാവരും നിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ഇനി നീയാണ് ഇവരുടെ ബോസ്. കൈലാസ്, 24/7 നീ ഇവിടെ ഉണ്ടാവണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഡെയിലി 1 മണിക്കൂറെങ്കിലും നീ ഇവിടെ സ്പെൻഡ് ചെയ്യണം. പിന്നെ
ബാക്കി എല്ലാ കാര്യങ്ങളും മുക്തയും കരുണാകരനും നോക്കിക്കോളും. ഡെയിലി 1 hour നീ ഇവിടെ ഉണ്ടെങ്കിൽ അതെനിക്ക് വലിയ സന്തോഷാവും. നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൈലാസിന് അറിയാത്ത കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തോളാം അന്ന്. നീ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാൻ എനിക്ക് കഴിയും. അതിനുവേണ്ടി നീ ഡെയിലി ഇവിടെ വരണം. ഞാൻ വരുത്തും. മുക്തയാ പറയുന്നേ. അല്ല, കരുണാകരൻ എന്താ ഒന്നും പറയാത്തത്? ഒന്നുമില്ല സാറേ, ഞാൻ കൈലാസിനെ ശ്രദ്ധിക്കായിരുന്നു. കുറെ കാലത്തിന് ശേഷമല്ലേ ഞാൻ കാണുന്നത്. മിടുക്കനായിട്ടുണ്ട്. സാറിന്റെ കീഴിലും സാറിന്റെ മകന്റെ കീഴിലും ജോലി ചെയ്യാന്നത് ഒരു ഭാഗ്യമാണ് സാർ. കൈലാസ്, നീ ചാർജ് എടുത്താൽ ദാ ഇവിടെ എല്ലാവർക്കും സന്തോഷമാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാ ഞാൻ നിന്നെ നിർബന്ധിച്ചത്. ഇപ്പൊ നിനക്കും സന്തോഷമായില്ലേ? നിങ്ങളൊക്കെ എത്ര എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ചാലും എന്നെ അതിനൊന്നും കിട്ടില്ല. ഐ വാണ്ട് ടു എൻജോയ് എവറി മൊമെന്റ് ഇൻ മൈ ലൈഫ്. ഫ്രണ്ട്സ് യൂറോപ്യൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡേറ്റ് ഫിക്സ് ആയ ഞാൻ പറക്കും. മുക്ത, അരവിന്ദ് ഇവിടെ? ഓൺ ദ വേ ആണെന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു. ഈ സ്ഥാപനത്തിന്റെ 3 പില്ലേഴ്സ് ആരൊക്കെയാണെന്ന് അറിയോ മുക്തയ്ക്ക്? ഒന്ന് നീയും കരുണാകരനും പിന്നെ അരവിന്ദും. കുറെ കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാനുണ്ട്. അവനോട് വേഗം വരാൻ പറയും. ഷുവർ അങ്കിൾ. സാർ, നമുക്ക് ഓഫീസിലേക്ക് ഇരിക്കാം. വരൂ സാർ. എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? എന്താ ഇത്? നീ എപ്പോ എത്തി? നിനക്കെന്നെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? അതുകൊണ്ട് ഞാൻ പറന്നു വന്നു എന്ന് ഞാൻ പറയുന്നില്ല. വണ്ടി പറപ്പിച്ചു വിട്ടു. നീ എന്നെ ശരിക്കും മിസ് ചെയ്തോ? പക്ഷേ ഞാൻ നിന്നെ ശരിക്കും മിസ് ചെയ്തു. ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്സ് ഐ റിയലി മിസ് യു. ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നാ. എന്താ ഇത്? ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമല്ലേ ഞാൻ നിന്നെ കാണുന്നത്. അപ്പോ എന്തെങ്കിലും തരണ്ടേ? ചോക്ലേറ്റ് ഫോർ മൈ സ്വീറ്റ് ഹാർട്ട്. താങ്ക്സ്. തീർന്നില്ല, ഒരു ഗിഫ്റ്റ് കൂടിയുണ്ട്. എന്തിനാ ഇത്? നമ്മുടെ കമ്പനി പ്രോഫിറ്റ് നേടിയില്ലേ, അതിനും പിന്നെ പിന്നെ നിന്നെ എനിക്ക് ലഭിച്ച സന്തോഷത്തിനും. വാട്ട്? നിന്നെ എനിക്ക് കൊളിയായിട്ട് ലഭിച്ചില്ലേ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അങ്കിള് വന്നിട്ടുണ്ട്, നിന്നെ അന്വേഷിച്ചു. ഞാൻ വരാം. അവൾ ഒന്നുകൂടി ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. റിയലി ഹോട്ട്. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? വേറെ ചില തിരക്കുകളിൽ പെട്ടുപോയതുകൊണ്ട് എനിക്കിപ്പോ അധികം ഇവിടെ അങ്ങനെ വരാൻ കഴിയാറില്ല. പക്ഷേ കരുണാകരനും മുക്തയും പറഞ്ഞ് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഇവിടുത്തെ മെഷീന്റെ ശബ്ദവും തുണികളുടെ വാസനയും കത്രികയുടെ ശബ്ദവുമെല്ലാം സത്യം പറഞ്ഞാ എനിക്കൊരു നൊസ്റ്റാൾജിയ. അത് കേട്ടല്ലേ ഞാൻ വളർന്നത്. അതൊക്കെയല്ലേ എന്നെ ഇത്രയും ആക്കിയത്. എനിക്ക് വേറെയും ബിസിനസ്സുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അതിന്റെ കാര്യങ്ങൾക്കായി ഓടുമ്പോഴും എന്റെ മനസ്സ് മുഴുവൻ ഇവിടെ തന്നെയാണ്. വെറും 4 ആൾക്കാരെ വെച്ചാ
ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത്. ഇതിനെ ഈ നിലയിലാക്കിയത് നിങ്ങളുടെ കഠിനാധ്വാനം തന്നെയാ. പിന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന കരുണാകരന്റെ മിടുക്ക്, ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന മുക്തയുടെ കടുംപിടുത്തം, സെയിൽസിന്റെ കാര്യങ്ങൾ നോക്കുന്ന അരവിന്ദിന്റെ സൂക്ഷ്മത,